ദ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ് ദാറ്റ് മാർക്ക് റീബർത്ത് ഓഫ് ഹ്യൂമൻ തിങ്കിങ്. ഗ്രീക്ക് ആൻഡ് റോമൻ ലേണിങ്ങിൽ നിന്നാണ് ഇതിൻ്റെ റിവൈവലായിട്ട് കണക്കാക്കപ്പെടുന്നത്. 14th സെഞ്ച്വറിയിലെ ഇറ്റലിയിലാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് അതെന്തായി ഇംഗ്ലണ്ടിലോട്ടും സ്പ്രെഡ് ആവുകയാണ്. ഇംഗ്ലീഷ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് 16th സെഞ്ച്വറി കാലഘട്ടത്തിലാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷിഫ്റ്റ് ഫ്രം ഗോഡ് സെൻറ്റേർഡ് ഇൻ ടു മാൻ സെൻറ്റേർഡ് തിങ്കിങ്. അതായത് മനുഷ്യർക്ക് കുറച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുട്ടികൾക്ക് എന്ത് കിട്ടി? നോളേജ് കിട്ടിയതോട് കൂടിയിട്ട് അതിൽ നിന്നൊരു റീസണിലോട്ടും ക്രിയേറ്റിവിറ്റിയിലോട്ടുമുള്ള ഒരു ഷിഫ്റ്റാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഇതിന് കീ ഐഡിയാസ് വരുന്നത് ഹ്യൂമനിസം. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ, ആർട്ട്, സയൻസ്, റീസൺ എന്നതിനൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ചിട്ടുള്ളൊരു സെലിബ്രേഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പ്രകൃതിയോടും വേൾഡിലെ ലൈഫിനോടുമാണ്. ആൻഡ് നമ്മുടെ മിഡീവലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് ഡോമിനൻസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇവിടെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇനി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിനൈസൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചർ എന്തായിട്ട് ബിക്കം റിച്ചായി, ഇമാജിനേറ്റീവായി, എക്സ്പ്രസീവായിട്ട് മാറുകയാണ്. ആൻഡ് ഇതിൻ്റെ നമ്മുടെ പോയട്രി, ഡ്രാമ, പ്രോസിൻ്റെയൊക്കെ ഗ്രോത്താണ് ഈ ഒരു റിനൈസൻസ് പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ക്ലാസിക്കൽ തീംസും മിത്തോളജിയും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലാംഗ്വേജ് ബിക്കം ഓർണേറ്റ് ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ട് മാറുകയാണ്. സോ ഇവിടെ നമ്മുടെ ലിറ്ററേച്ചർ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മനുഷ്യൻ്റെ ഇമോഷൻസിന് അതുപോലെ തന്നെ ഇൻ്റലക്റ്റിനൊക്കെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേജർ റൈറ്റേഴ്സ് വരുന്നത് വില്യം ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, എഡ്മണ്ട് സ്പെൻസർ, സർ തോമസ് മോർ, സർ ഫിലിപ്പ് സിഡ്നി. ഇവരുടെയൊക്കെ മേജർ വർക്ക്സും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് റിനൈസൻസ് എന്ന ലിറ്റററി മൂവ്മെൻറ്റിനെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹ്യൂമനിസം, പിന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം ഒക്കെ ഇവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു കുറച്ചൊരു ബ്ലൈൻഡ് റിലീഫ് ഉണ്ടല്ലോ, അതിനൊക്കെ ഇവിടെ ബ്രോക്ക് ചെയ്യാനാണ്, ഡിക്ലൈൻ ചെയ്യുകയാണ്. പിന്നെ എലിസബത്തൻ ഡ്രാമ, പോയിട്രിയുടെ ഒരു ഫൗണ്ടേഷനും ഇവിടെയാണ് നടന്നിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. സോ സിംപ്ലി നമുക്ക് എന്ത് പറയാം? ദ റിനൈസൻസ് വാസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ദാറ്റ് മാർക്ക്ഡ് റീബർത്ത് ഓഫ് ഹ്യൂമൻ തിങ്കിങ് where writers used symbols like light, knowledge to show the shift from blind belief to reason and creativity. Thank you.